പാഠം 830 വാദി പ്രതിയാവുന്ന കാലം. ഹമേ, നീ ഇന്നത്തെ പത്രം വായിച്ചോ? ഇല്ല മോനട്ടാ, എന്താ വിശേഷം? ബീഹാറിൽ കൈക്കൂലി വാങ്ങിയ ജഡ്ജിയെ പുറത്താക്കി. അതിന്? അല്ല, എപ്പോഴും നീ പറയാറുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് കൈക്കൂലിക്കാർ, ജഡ്ജിമാരൊക്കെ ഭയങ്കര മര്യാദക്കാരാണ് എന്നല്ലേ? അപ്പൊ ഇതോ? എല്ലാ വിഭാഗത്തിലും കുറച്ച് അഴിമതിക്കാരൊക്കെ ഉണ്ടാവില്ലേ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു ജഡ്ജിയല്ലേ മോഹനേട്ട പുറത്താക്കിയിട്ടുള്ളൂ? കൈക്കൂലി കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ എന്തുമാത്രം പിടിക്കപ്പെട്ടിരിക്കുന്നു. രാവിലെ ഒരു വാർത്ത കണ്ടപ്പോഴേക്ക് പത്രം എടുത്തു പിടിച്ച് നേരെ അടുക്കളയിലേക്ക് ഇങ്ങ് പോന്നു. അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയുടെ ഭാഗത്ത് പോലും വരാത്ത ആളാ. നീ എപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയുന്ന കേട്ട് ഞാൻ എടുത്തിരിക്കല്ലേ? മോഹനേട്ടൻ കൈക്കൂലിക്കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അഴിമതിക്കാരായ ആളുകളെ പറ്റി പറയുമ്പോ മോഹനേട്ടൻ എന്തിനാണ് അതിൽ വിഷമിക്കുന്നത്? ഇന്നലെ സദാനന്ദ സാർ മോഹനേട്ടനെ പറ്റി കുറെ സംസാരിച്ചു. എന്ത്? മോഹനേട്ടനെ പോലെ സത്യസന്ധരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ നാട്ടിൽ മഷിയിട്ട് നോക്കിയേ കാണില്ല എന്ന്. മാന്യൻ, സത്യസന്ധൻ, സഹജീവികളോട് കാരുണ്യമുള്ളയാള്, ഉത്തരവാദിത്വ ബോധമുള്ളവൻ എന്നൊക്കെയാണ് സാർ പറഞ്ഞത്. വക്കീൽ ഓഫീസിൽ എല്ലാരും ഉണ്ടായിരുന്ന നേരത്താണ് സാറിന്റെ ഈ സംസാരേ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അഭിമാനമായി പോയി. മോഹനേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്ന് സാറ് പറഞ്ഞു. അല്ല, എനിക്കറിയാം. അല്ല, ഈ സദാനന്ദ വക്കീല് അല്ലെങ്കിൽ തന്നെ വളരെയധികം വിവരമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 1-2 പ്രാവശ്യം മോഹനേട്ടനെ കാണാൻ വില്ലേജ് ഓഫീസിൽ വന്ന കാര്യവും മോഹനേട്ടന്റെ പെരുമാറ്റത്തെ പറ്റി എല്ലാം പറഞ്ഞു സാറ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ വേണോന്നാണ് സാറ് പറയുന്നത്. പിന്നെ മോഹനേട്ടന് ഒരു ചെറിയ കുഴപ്പമുണ്ടെന്ന് സാറ് പറഞ്ഞു. എടുത്തിയാട്ടം. ഒരു കാര്യത്തിന്റെ മുഴുവൻ സത്യം അറിയുന്നതിന് മുന്നേ മോഹനേട്ടൻ എടുത്തിയാടുന്നു. അങ്ങനെയുള്ള എടുത്തുചാട്ടം കൊണ്ട് മോഹനേട്ടനെ പറ്റിയ അബദ്ധങ്ങളുടെ ലിസ്റ്റ് എന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ ഒരിടത്തേട്ടം കാണിക്കാറൊന്നുമില്ല. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കാനായി നീ മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥകളായോ അതൊക്കെ? അതൊന്നും പക്ഷെ സത്യമല്ലല്ലോ. ഇതാരോടാ മോഹനേട്ടൻ ഈ പറച്ചില്? അനാവശ്യമായ എടുത്തുചാട്ടം കൊണ്ട് മോഹനേട്ടനെ പറ്റിയിടത്തോളം അബദ്ധം ഇന്ത്യയിൽ ആർക്കും പറ്റിയിട്ടുണ്ടാവില്ല. അബദ്ധങ്ങളുടെ കണക്ക് ഞാൻ അങ്ങോട്ട് പറയട്ടെ, അക്ക വിട്ടിട്ട്. വിളിക്കുന്നു. കൃത്യസമയത്ത് ഫോൺ വന്നുകൊണ്ട് വലിയ ഓഫീസർ രക്ഷപ്പെട്ടു. ഹലോ, അതെ, ആരാ? കൊടുക്കാൻ. ഭാമേ ഇപ്പോൾ വരും. ആര് പറഞ്ഞിട്ട? ഒരു ബഷീർ. ഹലോ. ബഷീർ, എന്തുണ്ട് വിശേഷം? പറഞ്ഞോളൂ. ശരി ബഷീർ, ഒരു കാര്യം ചെയ്യൂ. ഒരു 12 മണിയാകുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. അല്ല, കേസിന്റെ കാര്യങ്ങൾ ഫോണിലോട് സംസാരിച്ച് ശരിയാവില്ല. ശരി ശരി, ആയിക്കോട്ടെ. എന്താ കേസ്? ഒരു ചെക്ക് കേസാ. ഈ ബഷീർ വാദിയോ പ്രതിയോ? വാദി. മോഹനേട്ടൻ അറിയായിരിക്കും, ടൗണിൽ ഫിനാൻസ് കമ്പനി നടത്തുന്ന തോട്ടത്തിൽ ബഷീർ. കേട്ടിട്ടുണ്ട്. നാട്ടുകാരുടെ കഴുത്തറുത്ത് പലിശ വാങ്ങുന്ന ബഷീർ. അയാളുടെ കേസാണോ നീ വാദിക്കാൻ പോകുന്നത്? ആണെങ്കിൽ എന്താ കേസ്? ആ പഞ്ചായത്ത് ഓഫീസിനടുത്ത് താമസിക്കുന്ന ശങ്കരൻകുട്ടിയെ മോഹനേട്ടൻ അറിഞ്ഞൂടെ? ടൗണിൽ പച്ചക്കറി കച്ചവടം പഴക്കടയൊക്കെ ഉണ്ടായിരുന്നു ശങ്കരൻകുട്ടി. അറിയാം. കച്ചവടം നന്നായിരിക്കുന്ന സമയത്ത് ശങ്കരൻകുട്ടി ബഷീറിന്റെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. ഉറപ്പിനായി ചെക്കും പ്രോമിസറി നോട്ടും ഒക്കെ വാങ്ങിയിരുന്നു. ആദ്യമൊക്കെ ശങ്കരൻകുട്ടി എല്ലാ മാസവും കൃത്യമായിട്ട് പൈസ കൊടുത്തു. പക്ഷെ കച്ചവടം മോശമായതോടെ പലിശ മുടങ്ങി. ഇപ്പൊ പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും എല്ലാമായി 4-5 ലക്ഷം രൂപയുണ്ട്. ഒടുവിൽ പൈസ തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പായപ്പോ കേസ് കൊടുക്കുകയല്ലേ ബഷീറിനും വഴിയുള്ളൂ. ആ കേസിന്റെ കാര്യം സംസാരിച്ചത്.
ഒരു കൊള്ളപ്പലിശക്കാരന് വേണ്ടി ആ ശങ്കരൻകുട്ടിക്കെതിരെ കേസ് കൊടുക്കുന്നു. അതും വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ ഭാര്യ. കുറച്ചു മുമ്പ് നീ പറഞ്ഞൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? എന്ത്? സദാനന്ദൻ സാറ് എന്നെ പറ്റി പറഞ്ഞതൊക്കെ എന്തൊക്കെയായിരുന്നു അത്? വില്ലേജ് ഓഫീസറെ ഒരാള് പുകഴ്ത്തി പറഞ്ഞത് എത്ര കേട്ടിട്ടൊന്നും മതിയാവുന്നില്ലല്ലേ? മതിയാവാത്തത് കൊണ്ടല്ല, പിന്നെ നീ അതൊന്നുകൂടെ പറയൂ. മോഹനേട്ടൻ മാന്യനാണ്, സത്യസന്ധനാണ്, ഉത്തരവാദിത്വ ബോധമുള്ള ആളാണ്, പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും വലിയ കാരുണ്യമുള്ള ആളാണ്. പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും കഷ്ടപ്പെടുന്നവരോടുമൊക്കെ കാരുണ്യം കാണിക്കുകയും അവർക്കൊക്കെ ആവുമിതം സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ എന്റെ ഭാര്യയായ നീയും അങ്ങനെ ആയിരിക്കണ്ടേ? വേണം. നാട്ടുകാർ പലരും എന്നെ കെ മോഹനകൃഷ്ണൻ സാറിനെ മാതൃകയാക്കിയാണ് ജീവിക്കുന്നത്. പക്ഷേ എന്റെ കൂടെ ജീവിക്കുന്ന എന്റെ ഭാര്യയായ നീ എന്നെ മാതൃകയാക്കുന്നില്ല എന്ന് പറഞ്ഞാലോ? ഞാൻ മോഹനേട്ടനെ മാതൃകയാക്കുന്നുണ്ടല്ലോ മോഹനേട്ടാ. കള്ളു കുടിക്കില്ല, പുക വലിക്കില്ല, ഉത്തരവാദിത്വ ബോധമുണ്ട്. ഇതെല്ലാം ഞാൻ മോഹനേട്ടനെ കണ്ടുപിടിച്ചതല്ലേ. എന്നിട്ടാണോ നീ ആ ബഷീറിന്റെ കേസ് വാദിക്കാൻ പോകുന്നത്? മനസ്സിലായില്ലേ? ബഷീർ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കൊള്ളപ്പലിശക്കാരനാണ്. അയാളുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങി മുടിഞ്ഞു പോയി എത്രയോ പേരെ എനിക്കറിയാം. കണ്ണിൽ ചോരയില്ലാത്ത ഒരു കൊള്ളപ്പലിശക്കാരന് വേണ്ടി കെ മോഹനകൃഷ്ണൻ സാറിന്റെ ഭാര്യ കേസ് വാദിക്കുന്നത് എങ്ങനെ ശരിയാവും? ഭാമേ, ഈ ശങ്കരൻകുട്ടിയെ എനിക്ക് നന്നായിട്ട് അറിയാം. മാന്യമായി കച്ചവടം നടത്തി വന്നിരുന്ന ഒരാളായിരുന്നു. സത്യസന്ധമായി ഇടപാടുകൾ നടത്തിയത് കൊണ്ട് നഷ്ടം വന്നതാവാം. ഇപ്പോ കടം കയറി കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഒരാൾക്കെതിരെ കേസ് വാദിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? മോഹനേട്ടൻ എപ്പോഴും പറയാറില്ലേ, ഓഫീസുകാരും വീട്ടുകാരും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുതെന്ന്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് എന്റെ ഓഫീസ് കാര്യമാണ്. അതില് മോഹനേട്ടൻ ഇടപെടേണ്ട കാര്യം എന്താ? ഞാൻ ഇടപെടും. കാരണം നീ എന്റെ ഭാര്യയാണ്. നീ ബഷീറിന് വേണ്ടി ശങ്കരൻകുട്ടിക്കെതിരെ കേസ് വാദിക്കുന്നു എന്ന് നാട്ടുകാർ അറിഞ്ഞാൽ എന്റെ മാനമാണ് പോകുന്നത്. പാവപ്പെട്ടവരോട് കാരുണ്യം കാണിക്കുന്ന മോഹനകൃഷ്ണൻ സാറിന്റെ ഭാര്യ ഒരു ബ്ലേഡ് കമ്പനിക്കാരന് വേണ്ടി കേസ് വാദിക്കുന്നു പറഞ്ഞാൽ ആളുകൾ മൂക്കത്ത് വിരൽ വെക്കില്ലേ? ഇന്നലെ വരെ എന്നെ പുകഴ്ത്തി പറഞ്ഞവർ നാളെ എന്നെ തള്ളിപ്പറയില്ലേ? അപ്പൊ അതാണ് മോഹനേട്ടന്റെ പ്രശ്നം. നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ മഹാനായി നടക്കണം, ആളുകളൊക്കെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ മോഹനേട്ടന്റെ ആളാവാൻ വേണ്ടി ഞാൻ എന്റെ കേസുകളൊക്കെ വേണ്ടെന്ന് വെക്കണം. കേസുകൾ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് മാത്രമേ നിൽക്കാവൂ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബഷീറിനെ പോലുള്ളവരുടെ കേസ് നമ്മൾ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. വക്കീലേ, ഉത്തമൻ എന്തൊരു കേസുമായിട്ട് വന്നാന്ന് തോന്നുന്നു. സത്യത്തിന് നീതിക്കും നിരക്കുന്ന കേസാണെന്ന് ഞാൻ നോക്കട്ടെ മോഹനേട്ടാ. എന്തേലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ മോഹനേട്ടനെ വിളിക്കാട്ടാ. ഈ സത്യത്തിന്റെ നീതിയുടെ ഒക്കെ മൊത്ത കച്ചവടക്കാരൻ എന്റെ മോഹനേട്ടനാണല്ലോ. നമസ്കാരം വക്കീലേ. നമസ്കാരം ഉത്തമ. പിന്നെ പുത്തമ്പരയിലെ ബാബുവിനെ പോലീസ് പിടിച്ചോണ്ട് പോയി ഇന്നലെ രാത്രി. പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോ കോടതിന്നേ ജാമ്യം കിട്ടൂ എന്നാണ് പറഞ്ഞത്. എന്താ കേസ്? രായപ്പന്റെ ഷാപ്പിൽ വെച്ച് ഇന്നലെ ഒരു അടിപിടി ഉണ്ടായി. തേക്കും കാട്ടിലെ ചന്ദ്രപ്പനും ഈ ബാഹുലയനും തമ്മിൽ ഒന്നും രണ്ടൊക്കെ പറഞ്ഞു തുടങ്ങി. ഒടുവിൽ കയ്യാങ്കളിയായി. രാജപ്പൻ ഇടപെട്ട് പ്രശ്നം പറഞ്ഞ് തീർത്തതാണ് രണ്ടുപേരെയും. പക്ഷെ രാത്രിയായപ്പോ ചന്ദ്രൻ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. പോലീസുകാര് രാവിലെ വന്ന് ഈ ബാഹുലേനെ എടുത്തോണ്ടങ്ങ് പോയി. അയ്യോ നമസ്കാരം. ഇങ്ങനത്തെ അടിപിടി കേസുകളൊന്നും ഞാൻ വാദിക്കില്ല. സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്തു നിന്ന് മാത്രമേ കേസ് വാദിക്കാവൂ എന്നാണ് മോഹനേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? അതായത് ഉത്തമ, ഈ ബാഹുലയൻ എന്നയാൾ രാജപ്പന്റെ ഷാപ്പിൽ നിന്ന് കള്ളു കുടിക്കുന്നു, അവിടെ ഇരുന്ന് ചന്ദ്രനോട് വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ ബാഹുലയൻ 2 തെറ്റുകളാണ് ചെയ്തത്. 1 കള്ളു കുടിച്ചു, 2 വഴക്കുണ്ടാക്കി. ശരിയല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഉത്തമ, ഞാൻ സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് മാത്രമേ നിൽക്കുള്ളൂ. ഇനിയിപ്പോ ഉത്തമൻ ചന്ദ്രന്റെ കേസുമായിട്ട് വന്നാലും രക്ഷയില്ല. കാരണം ചന്ദ്രനും കള്ളു കുടിച്ചു, വഴക്കുണ്ടാക്കി. പിന്നെ ഷാപ്പുകാരൻ രാജപ്പൻ കേസുമായിട്ട് വന്നാലും ഞാൻ പറയും പറ്റില്ല എന്ന്.
എന്തുകൊണ്ടാ അത്? എന്തുകൊണ്ട്? ആ ഈ കള്ള് വിൽക്കുന്ന സത്യത്തിൽ നീതിക്കും നിരക്കുന്ന ഏർപ്പാടാണോ? ഛേ, വക്കീൽ ഒരു കേസ് എന്ന് പറയുമ്പോ 2 പക്ഷം ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു പക്ഷത്തിലെ ന്യായം കാണൂ. എല്ലാ പക്ഷക്കാരും ആ സത്യത്തിന്റെ പക്ഷം പിടിച്ചു കഴിഞ്ഞാൽ മറ്റേ പക്ഷക്കാര് എന്തോന്ന് ചെയ്യും? ഉത്തമന ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ തോന്നി. പക്ഷെ ചിലര് കരുതുന്നേ അവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, അതുകൊണ്ട് അവര് പറയുന്നതെല്ലാം ശരിയാണ് എന്നാണ്. ഇങ്ങനെയൊക്കെ വളച്ചേട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവൂല. ഇതിപ്പം ബാഹുലേന്റെ കാര്യത്തിൽ ഞാൻ എന്താണ് വേണ്ടത്? ഞാനൊന്ന് ആലോചനയോട് വിളിച്ചോളാം. തൽക്കാലം ഉത്തമം വെക്കോളൂ. ഓ ഓ ഓ, ശരി. ഞാൻ ഒന്നകത്തേക്ക് വെക്കട്ടെ. സാറേ, എന്താണ് സാറേ? നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നത്തിന്റെ പേരാണ് വക്കീൽ ഇങ്ങനെ വളച്ചേട്ടിയൊക്കെ കാര്യം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് സാറേ കാര്യം? നമുക്ക് നല്ല അടിയുടെ വേണം. എന്താണ് സാറേ? വരൂ ഉത്തമ, ഞാനും ഭാമയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. അതെനിക്ക് മനസ്സിലായി. ഉത്തമന് ശങ്കരൻകുട്ടി അറിയില്ലേ? ഏത് ശങ്കരൻകുട്ടി? ടൗണിൽ പച്ചക്കറി കട നടത്തിക്കൊണ്ടിരുന്ന ശങ്കരൻകുട്ടി. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ താമസിക്കുന്ന. അറിയാം സാറേ. ഓ, അവന്റെ കച്ചവടമൊക്കെ പറ്റി ആകെ കഷ്ടത്തിലാണ് സാറേ. ഒരുപാട് കടമുണ്ടെന്നാണ് കേട്ടത്. പാവം നല്ല ചെറുക്കനായിരുന്നു കേട്ടാ. പക്ഷെ പറഞ്ഞിട്ടെന്തോ നീയേ, കടം കയറി കഴിഞ്ഞ പിന്നെ രക്ഷപ്പെടാൻ വലിയ പാടാണ് സാറേ. കടത്തുനിന്ന് രക്ഷപ്പെടാൻ ശങ്കരൻകുട്ടി പല പണികളും നോക്കുന്നുണ്ട്. 2-3 ദിവസം മുമ്പ് ഞാൻ ശങ്കരൻകുട്ടി ഒന്ന് കാണുകയും ചെയ്തു. വേറൊരു വഴിയില്ലാത്തോണ്ടാ സാറേ. ഉള്ള കടമൊക്കെ വീട്ടാതെ ഇനി കച്ചവടം ചെയ്യാൻ പറ്റില്ല. കടം വീട്ടാനുള്ള വഴി നോക്കുന്നത് നല്ലതാണ് ശങ്കരൻകുട്ടി. പക്ഷേ എന്താ ഒരു വഴി? ഞാൻ സഹകരണ ബാങ്കിലെ അരവിന്ദ സാറിനെ പോയി കണ്ടിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞത് വീടും ഭൂമിയും കൂടി ഈട് കൊടുക്കുകയാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ലോൺ തരാമെന്നാ. 5 ലക്ഷം രൂപയുണ്ടെങ്കിൽ കടം മിക്കവാറും ഒക്കെ വീടും. പിന്നെ കെട്ടിയോടെ സ്വർണ്ണമൊക്കെ വിറ്റ് കുറച്ച് തുകയും കൂടെ ഒപ്പിച്ചാ ചെറിയ രീതിയിൽ കച്ചവടം വീണ്ടും തുടങ്ങാം. സാർ, അതിന് കൈവശാവകാശ സർട്ടിഫിക്കറ്റും കരം തീർത്ത രസീതും കൊടുക്കാൻ അരവിന്ദാക്ഷ സാർ പറഞ്ഞു. ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് ഒന്ന് അപേക്ഷ തന്ന സർട്ടിഫിക്കറ്റ് എന്നത്തേക്ക് കിട്ടും സാർ? ഇന്ന് അപേക്ഷ തന്നാൽ സർട്ടിഫിക്കറ്റ് മറ്റന്നാളത്തേക്ക് തരാം. അത് മതി സാർ. ഇനിയെങ്കിലും സൂക്ഷിച്ച കച്ചവടം ചെയ്യണം. അന്യായ പലിശയ്ക്ക് പണം കടം വാങ്ങാൻ പാടില്ല. അങ്ങനെ കടം വാങ്ങിയതുകൊണ്ടല്ലേ ശങ്കരൻകുട്ടിക്ക് ഈ അവസ്ഥയ്ക്ക് വന്നത്. അത് ശരിയാ സാറേ. ഇന്നലെ ശങ്കരൻകുട്ടിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ലോൺ എടുത്ത് ശങ്കരൻകുട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോഴാണ് ബ്ലേഡ് കമ്പനി നടത്തുന്ന ബഷീർ ശങ്കരൻകുട്ടിക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നത്. അയ്യോ, ഏതാ തോട്ടത്തിൽ ബഷീറാ? അതെ, അയാളുടെ കയ്യിൽ നിന്ന് ശങ്കരൻകുട്ടി 2.5 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പലിശയും കൂട്ടുപലിശയൊക്കെ ചേർത്ത് 4-5 ലക്ഷം എന്നാ പറയുന്നത്. എന്റെ പൊന്നെ സാറേ, ബഷീറിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ പൈസ വാങ്ങിച്ചവന്റെ കാര്യം പോക്കാണ്. അല്ല, അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ സാറ് വക്കീലും തമ്മിലുള്ള പ്രശ്നത്തിന് എന്താ കാര്യം? ബഷീറിന്റെ കേസ് ബാധിക്കുന്ന ഭാമയാണ്. നമ്മുടെ വക്കീലായിരിക്കും. ഒരു പാവപ്പെട്ടവന്റെ കിടപ്പാടം തട്ടിയെടുക്കാൻ ഒരു ബ്ലേഡുകാരൻ നോക്കുന്നു. എന്റെ ഭാര്യ കൂടി അതിനോട് കൂടുന്നു. നാട്ടുകാരനെ പറ്റും. അത് ശരിയാണ് സാറേ, നാണക്കേടായി പോ. ഞാനത് പറഞ്ഞ അവള് പറയാ അവളുടെ ആഫീസ് കാര്യത്തിൽ മോഹനായിട്ട് ഇടപെടണമെന്ന്. ഓ, അപ്പൊ അതാണ് പ്രശ്നം. വക്കീല് കേസ് ഏറ്റ സ്ഥിതിക്ക് ഇനി പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വക്കീല് കേസ് വാദിച്ച സാറ് നാണം കിടുകയും ചെയ്യും. എന്തെങ്കിലും ഒരു വഴി പറയാ ഉത്തമ. ഒരു വഴിയില്ല സാറേ. ഭാഷയുടെ കാര്യത്തിൽ വക്കീല് സാറിന്റെ അപ്പുറത്തല്ലേ. ഈ കേസ് വക്കീല് വാദിക്കാതിരിക്കണമെങ്കിൽ ബഷീർ വിചാരിക്കണം. ബഷീറോ? ബഷീർ വക്കീലിനെ ഒഴിവാക്കിയല്ലാതെ വക്കീല് കേസ് ഒഴിവാക്കുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ ബഷീർ എങ്ങനെ ഇവളെ ഒഴിവാക്കും? ഇന്ന് 11 മണിക്ക് വക്കീൽ ഓഫീസിലേക്ക് വരാൻ ഭാമ ബഷീറിനോട് പറഞ്ഞ ഞാൻ കേട്ടു. അപ്പൊ പിന്നെ ഒരു രക്ഷയില്ല. സാർ എന്തായിരുന്നാലും നാണം കെട്ടതി തന്നെ. ഞാൻ പോകുന്നു സാറേ. പിന്നെ നാട്ടുകാർ ഇതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ സാറിനായിരിക്കും കുറ്റം പറയാൻ പോകുന്നത്. ചെയ്യൂന്ന് പറ. ഇത് കാണുന്ന നമ്പർ. ഈ നമ്പർ അല്ലേ? നമസ്കാരം. നമസ്കാരം. എന്താ? എന്റെ പേര് ബഷീർ. ഞാനൊരു ബിസിനസ്സുകാരനാ.
എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണമായിരുന്നു. എന്താണാവോ? ടൗണിലെ കടക്കാർക്കൊക്കെ പണം കൊടുക്കുന്നൊരു ബിസിനസ് എനിക്ക്. ഓ പിന്നെ ഭൂമി ഇടിന്മേലും സ്വർണ്ണ പണയത്തിന്മേലും വായ്പ കൊടുക്കും. ആ ആ. ഓ ബ്ലൈഡ്. അങ്ങനെ ബ്ലേഡ് എന്ന് പറയരുത്. പൈസ ഇല്ലാത്തവർക്ക് കച്ചവടം ചെയ്യാൻ ഒരു സഹായം നൽകുന്നു. അതിൽ ലാഭം കിട്ടുമ്പോ അതിലൊരു വിഹിതം സന്തോഷത്തിന് വേണ്ടി എനിക്ക് തരുന്നു. അത് ബ്ലേഡ് അല്ലല്ലോ. കച്ചവടം ചെയ്ത് നഷ്ടം വന്നാ കൊടുത്ത പൈസ വേണ്ടാന്ന് വെക്കോ? അതെന്താ സാറേ, കൊടുത്ത പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കച്ചവടം പോയില്ലേ? അല്ല, നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. ഈ വില്ലേജിൽ ഭൂമിയുള്ള ഒരു ശങ്കരൻകുട്ടി നിങ്ങൾ അറിയോ? പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്താ വീട്. ഓ പിന്നെ ശങ്കരൻകുട്ടി അറിയാത്ത ആരാ ഉള്ളത്? പിന്നെ ഈടായിട്ട് പുള്ളിക്കാരന്റെ കച്ചവടമൊക്കെ ആകെ മോശമായിരിക്കണല്ലോ. എന്താ നിങ്ങൾക്ക് പൈസ വല്ലതും തരാനുണ്ടോ? ഉണ്ട്. പറഞ്ഞ അവധിയൊക്കെ കഴിഞ്ഞു. ഓ ശങ്കരൻകുട്ടി ഒപ്പിട്ട ചെക്കും മുദ്രപത്രവും എന്റെ കയ്യിലുണ്ട്. അത് വെച്ച് ഞാനൊരു കേസ് കൊടുക്കാൻ പോവാ. കേസ് കൊടുക്കുന്നത് കോടതിയിലല്ലേ? വില്ലേജ് ഓഫീസിൽ എന്താ കാര്യം? ഇപ്പൊ ആ വീട് സ്ഥലം ശങ്കരൻകുട്ടിയുടെ പേരിലാണല്ലോ. ആ ഭൂമിയുടെ സർവേ നമ്പർ അറിഞ്ഞാൽ ഒരു അറ്റാച്ച്മെന്റ് ചോദിക്കാമായിരുന്നു. ഇക്കാലത്ത് വെറുതെ കേസ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. വീടും പറമ്പും കോടതി വഴി അറ്റാച്ച് ചെയ്താലേ കേസിന് വേഗം ഒരു തീരുമാനം ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ പറയുന്ന കേട്ടിട്ട് ഞങ്ങൾ വേറൊരാളുടെ സർവേ നമ്പർ പറഞ്ഞു തരുന്നത് ശരിയല്ലല്ലോ. തന്റെ പേര് രജിസ്റ്റർ നോക്കി അറിയാവുന്നതല്ലേ ഉള്ളൂ സാറേ. അതെ, പക്ഷെ അങ്ങനെ വേണമെങ്കിൽ മോനേഷ് സാർ വരുമ്പോ കാര്യം പറയണം. ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് കാര്യം? ആ ശങ്കരൻകുട്ടിയുടെ ഭൂമിയുടെ സർവേ നമ്പർ ഒന്ന് അറിയാനായിരുന്നു സാറേ. നിങ്ങൾ ശങ്കരൻകുട്ടിയുടെ ആരാണ്? ഞാനാരുമല്ല. ഉം? ശങ്കരൻകുട്ടിനെ കുറച്ച് പൈസ തരാനുണ്ട്. ഒരു കേസ് കൊടുക്കാനാ. എന്താ പേര് നിങ്ങളുടെ? ബഷീർ. ടൗണിൽ ബിസിനസ് നടത്തുന്ന ബഷീർ. അതെ. തേടിയ വള്ളി കാലിച്ചിട്ട് ഇവനെ എങ്ങനെയും ഒഴിവാക്കണം. തന്റെ പേര് രജിസ്റ്റർ കാണിക്കണോ സാർ? ഉം. മറ്റൊരാളുടെ ഭൂമിയുടെ വിവരങ്ങൾ അയാൾ അറിയാതെ നോക്കുന്നത് ശരിയാണോ ബഷീറെ? അതുകൊണ്ട് തന്റെ പേരസിന്റെ കാര്യം വിട്. അത് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് വക്കീല് പറഞ്ഞു. വക്കീല് പറയും, എനിക്കറിയാം. ബഷീർ ഒന്ന് വന്നേ. നമ്മൾ കാണിക്കാൻ പറ്റുന്ന വലിയ അബദ്ധായന. ബഷീറിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതുവരെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ടൗണിലാണ് ബിസിനസ് അല്ലേ? ഈ ടൗണിൽ മാത്രമല്ല സർ, നമ്മുടെ ജില്ലയിൽ 6 ബ്രാഞ്ചുകളുണ്ട് എന്റെ സ്ഥാപനത്തിന്. ആഹാ, അപ്പൊ നല്ല ബിസിനസ് ഉണ്ടാവുമല്ലോ. പിന്നെ എല്ലായിടത്തുമായി ഒരു മാസം 1 കോടിക്ക് മേൽ ബിസിനസ് നടക്കുന്നുണ്ട്. എന്താ സർ? അല്ല, ഈ വലിയ വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നവരൊക്കെ അവർക്ക് സ്വന്തമായിട്ടൊരു വക്കീലിനെ നിയമിക്കാറുണ്ട്, അവരുടെ കേസുകൾ വാദിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ഒരു നല്ല വക്കീലിനെ വെച്ചൂടെ ബഷീറിന്? ഞാൻ ആലോചിച്ചതാ സാറേ. ഉം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാ, മാസ ശമ്പളത്തിന് വരുന്ന വക്കീലന്മാർക്ക് വലിയ കഴിവ് കാണില്ല. ഓ, കഴിവുള്ളവർ ഓരോ കേസായിട്ട് പിടിക്കൂ. നമുക്ക് കേസ് ജയിക്കാന്നുള്ളതല്ലേ കാര്യം. അതുകൊണ്ട് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വക്കീലിനെ തന്നെ വെക്കും. കുറച്ച് കാശ് കൂടുതൽ ചെലവാകുന്നൊന്നും ഞാൻ നോക്കാറില്ല. കാശ് ചെലവാകുന്നതല്ലല്ലോ ബഷീറെ പ്രശ്നം, കേസ് ജയിക്കണ്ടേ? പലപ്പോഴും മിടുക്കന്മാരാണെന്ന് നമ്മൾ കരുതുന്ന പല വക്കീലന്മാരും ഭയങ്കര മോശക്കാരാണ്. വലിയ വായുള്ള വർത്തമാനം കേട്ടൊന്നും ഒരു വക്കീലിന്റെയും കിണിയിൽ നമ്മൾ വീഴരുത്. അല്ല, സാറെന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ബഷീറിനെ എനിക്ക് നേരത്തെ വലിയ പരിചയമൊന്നുമില്ലെങ്കിലും ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ പറയുക, ഇത്തരം കേസുകൾക്ക് ആൺ വക്കീലന്മാരെ നിയമിക്കുന്നതാണ് നല്ലത്. അതെന്താ? പെൺവക്കീലന്മാർക്ക് വലിയ കഴിവൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ അവർക്ക് കേസിന്റെ പിറകെ നടക്കാനുള്ള സമയം കാണില്ല. കാരണം വീട്ടിൽ ഭർത്താവിന്റെ കാര്യമൊക്കെ നോക്കിയിട്ട് വേണമല്ലോ കോടതിയിൽ കേസിന് വരാനായിട്ട്. അതുകൊണ്ട് വക്കീല് ആണ് തന്നെയാണ് നല്ലത്. എനിക്ക് പരിചയമുള്ള 1-2 വക്കീലന്മാരുണ്ട്, ഭയങ്കര മിടുക്കന്മാരാ. ഞാൻ വേണമെങ്കിൽ അവരൊന്ന് പരിചയപ്പെടുത്തരാം ബഷീറിന്. സാറിന് എന്താ അവിടുന്ന് കമ്മീഷൻ കിട്ടോ? അതല്ല, എനിക്കെന്തോ ബഷീറിനെ കണ്ടപ്പോ ഒരു വലിയ അടുപ്പം തോന്നുന്നു. ബഷീറിന് ഒരു തോൽവി വരരുത് എന്നെന്റെ മനസ്സ് പറയുന്നു. ഇപ്പൊ ബഷീർ വെച്ചിരിക്കുന്ന വക്കീല് ഈ കേസ് ജയിക്കുമെന്ന് ബഷീറിന് തോന്നുന്നുണ്ടോ? ജയിക്കുമെന്ന വക്കീല് പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല. ഈ നാട്ടിലെ കഴിവുള്ള വക്കീലന്മാരെയും കഴിവില്ലാത്ത വക്കീലന്മാരെയും ഒക്കെ എനിക്കറിയാം.
നല്ല വക്കീലന്മാരെന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് ഹരികുമാർ സാർ, അഡ്വക്കേറ്റ് രാജേഷ് പി നായർ, അഡ്വക്കേറ്റ് സദാശിവൻ, അഡ്വക്കേറ്റ് ഷാജി എന്നിവരൊക്കെയാണ്. സത്യഭാമ വക്കീലോ? ഈ ഈ സത്യഭാമ വക്കീൽ എന്റെ ഭാര്യയാണെന്ന കാര്യം ബഷീറിന് അറിയാമോ? അയ്യോ, അറിയില്ല. എന്ന് കേട്ടോളൂ, അവൾ എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയുകയാണ്. ഇത്രയും ബുദ്ധിയില്ലാത്തൊരു വക്കീല് ഞാൻ കണ്ടിട്ടേയില്ല. അവള് വായിച്ച ഒരൊറ്റ കേസ് പോലും ഈ കാലത്തിനിടയിൽ ജയിച്ചിട്ടില്ല എന്ന കാര്യം ബഷീറിന് അറിയാമോ? പക്ഷേ വക്കീല് മിടുക്കിയാണെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർക്ക് ഇതുപോലെ അറിയാമോ? അവളുടെ സീനിയർ വക്കീൽ സദാനന്ദം വക്കീൽ വാദിക്കുന്ന കേസൊക്കെ ജയിക്കുമായിരിക്കും. അതൊക്കെ അവളുടെ വിജയമായിട്ട് അവൾ നാട്ടുകാരുടെ മുഴുവൻ പറഞ്ഞു നടക്കും. അങ്ങനെയാണ് അവൾ നാട്ടുകാർക്കിടയിൽ വലിയ വക്കീലായി മാറിയത്. സാറ് പറയുന്നത് സത്യമാണോ? സ്വന്തം ഭാര്യയെ പറ്റി ആരെങ്കിലും നുണ പറയോ ബഷീറെ? അവൾ വലിയ വക്കീലാണെന്ന് കരുതി കേസ് ഏൽപ്പിച്ച എത്രയോ പേര് എനിക്കറിയാം. കേസ് കഴിയുമ്പോ അവർ നേരെ വീട്ടിലേക്ക് വന്ന് തെറി വിളിക്കുന്നത് എന്നെയാണ്. അതെ സാറേ, തന്റെ ഭാര്യക്ക് കേസ് ഒന്നും അറിയാമോ? ആണല്ലേ അവിടെ കയറി വിട്ടേക്കുന്നത്? മേലില് കോടതി ഉറപ്പിക്കണ്ട, അവരെ കാലിലൊടിക്കും. ആളുകൾ എന്തൊക്കെയാണ് എന്നോട് പറയുന്നത്? ബഷീറിനോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാനിതൊക്കെ പറയുന്നു. ഇനിയൊക്കെ ബഷീറിന്റെ ഇഷ്ടം പോലെ. എനിക്ക് ഒരുപാട് ജോലി തീർക്കാനുണ്ട്. കാരണം ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസറാണ്. ശരി അപ്പൊ. നമസ്കാരം. വില്ലേജ് ഓഫീസർ കെ മോഹനൻ ആണോ? ആണോ സാറേ? എന്റെ പേര് വർഗീസ്. നമ്മൾ തമ്മിൽ ഇതുവരെ പരിചയപ്പെട്ടില്ലെങ്കിലും സാറിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. വർഗീസിന് ഇപ്പൊ എന്താ വേണ്ടത്? സാറിനെ നേരിൽ കണ്ട് രണ്ട് വർത്താനം പറയണമെന്ന് ഒരാഴ്ചയായിട്ട് ഞാൻ ആലോചിക്കുകയാണ്. സാറിന്റെ ഭാര്യ ഉണ്ടല്ലോ, സത്യഭാമ വക്കീല്. സാറേ, അവര് ശരിക്കും വക്കീല് തന്നെയാണോ? എന്റെ പൊന്നു സാറേ, എന്റെ ഒരു കേസ്, ഒരു നിസ്സാര കേസ്, ആ കേസ് ജയിക്കാൻ ഒരു പാടുമില്ലെന്ന് എല്ലാരും പറഞ്ഞതാ. ഞാൻ ആ കേസ് സാറിന്റെ ഭാര്യയെ ഏൽപ്പിച്ചു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് പോലും വാദിച്ചാ ജയിക്കുന്ന ആ കേസ് സാറിന്റെ ഭാര്യ തോറ്റു. സാർ വലിയ വില്ലേജ് ഓഫീസർ അല്ലേ? നാട്ടുകാർക്കൊക്കെ ഭയങ്കര സ്നേഹവും. പക്ഷെ സാറിന്റെ കെട്ടിയവള് കാരണം സാറിന്റെ മാനം പോകും. ഞാൻ ഒന്നും കൂടെ ചോദിച്ചോട്ടെ സാറേ, അവര് ശരിക്കും വക്കീല് തന്നെ ആണോ സാറേ? കേസിന്റെ കാര്യം എന്നോട് സംസാരിക്കരുത്. ഓ അല്ല, ഞാൻ പിന്നെ ആരോട് സംസാരിക്കും? എടോ, താൻ തന്റെ കെട്ടിയോളം മര്യാദയ്ക്ക് വീട്ടിലിരുത്തിക്കോളും. അറിയാത്ത ജോലി ചെയ്യാൻ ആ ഉണക്ക വക്കീല് മുടിയും നീട്ടി വളർത്തി ഓട്ടോ വിട്ട് അങ്ങ് ഇറങ്ങിക്കോളും. നഷ്ടം ഉണ്ടായത് എനിക്കല്ലേ? അല്ലേ? അല്ല, താൻ ഒരാണാണോ? ആണെങ്കിൽ കെട്ടിയോളെ വീട്ടിലിരുത്തണം. നാട്ടുകാർ രക്ഷപ്പെടട്ടെ. വവ്വാലിന്റെ കോട്ടുവിട്ട് ഇറങ്ങിക്കോളും. പിന്നെ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്റെ കേസ് തോറ്റന് 2 എണ്ണം പറഞ്ഞില്ലെങ്കിൽ വർഗീസിന് ഉറക്കം വരത്തില്ല കേട്ടാ. വില്ലേജ് ഓഫീസർ, വക്കീല്, കേസ് തോറ്റ് അങ്ങ് നടക്കുക. കുടയും വടിയും കണ്ണാടിയും ഒക്കെ അയച്ച് മനുഷ്യനെ പോലെ 2 കുളിച്ച വർത്തമാനം മുഖത്ത് വെച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് ശരി, നാളെ വീട്ടിൽ വരും ഞാൻ കേട്ടാ. ഭാമേ, ഭാമേ. മോരുടെ എത്ര താമസിച്ചത്? സാധാരണ ഇന്ന് 5:15 എത്തുന്ന ആളല്ലേ? ഞാൻ എന്തുകൊണ്ടാണ് താമസിച്ചത് നിനക്ക് അറിയണമല്ലേ? എന്താ മോനടാ? ഒരു വർഗീസിനെ അറിയാമോ? ഏത് വർഗീസ? എനിക്കറിയില്ല. നീ അയാളോട് ഒരു കേസ് വാദിച്ചു എന്ന് അയാൾ പറഞ്ഞു. ഓ, പി വർഗീസ്. ഈ കെ കാപ്പിയ
ഞാൻ അയാളുടെ ഒരു കേസ് വാദിച്ചിരുന്നു, ആ. പക്ഷേ അത് തോറ്റുപോയി. ഛെ. എന്താ മോനേട്ടാ? എന്താവാൻ? ഈ പറയുന്ന വർഗീസ് എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി. നിനക്ക് കേസ് വാദിക്കാൻ അറിയാത്തത് കൊണ്ടാണ് തോറ്റത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വാദിച്ചാൽ പോലും ജയിക്കേണ്ട കേസായിരുന്നു അതെന്നൊക്കെ പറഞ്ഞ് ഇനി എന്നെ പറയാനൊന്നുമില്ല. അയാളൊരു പൊട്ടനാ. മോഹനേട്ടൻ അത് മൈൻഡ് ചെയ്യണ്ട. എങ്ങനെ വേണ്ടിയായിരിക്കും? ഇത്രയും കാലത്തിനിടയ്ക്ക് പരസ്യമായി ഒരാളും എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. എത്രയോ വർഷമായി ഞാൻ വില്ലേജ് ജോലി ചെയ്യുന്നു. ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോ നീ ഒരാൾ കാരണം ഞാൻ ചെയ്തുള്ളിയാക്കേണ്ടത്. കേസാകുമ്പോ ചിലപ്പോ തോറ്റു പോവില്ലേ? അതൊരു പുതിയ സംഭവം വല്ലോ ആണോ? ആ, നിനക്കതൊരു പുതിയ സംഭവം അല്ലെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. നീ വാദിച്ച് തോറ്റ കേസിന്റെ കണക്കല്ല അയാൾ എന്നോട് പറഞ്ഞു. സത്യം പറ, നീ ഇതുവരെ ഏതെങ്കിലും ഒരു കേസ് ജയിച്ചിട്ടുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ മോനേട്ടാ? ഓ, ഞാൻ പറയുന്നത് കുഴപ്പം. അറിയാത്ത ജോലിക്ക് പോയി നീ എന്നെ നാണം കെടുത്തിയുള്ള സമാനം പറ. അത് കഴിഞ്ഞിട്ട് മതി വേറെ എന്തും. രാവിലെ ബഷീറിന്റെ കേസ് വാദിക്കരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? നിന്റെ കാര്യം നോക്കാൻ നിനക്കറിയാമെന്ന്. നിന്റെ കാര്യം നീ നോക്കിയതിന്റെ പേരിൽ നാണം കെട്ടത് ഞാനും. ഏതായാലും നീ ബഷീറിന്റെ കേസ് വാദിക്കാൻ നേരത്തെ എന്തായാലും നന്നായി. വാദിക്കുന്നത് നീ തന്നെ ആയതുകൊണ്ട് കേസ് നോക്കുന്നുള്ള ഉറപ്പാ. ചങ്ങനൂടെ നല്ല രക്ഷപ്പെട്ടു. അത് അയാളായിരിക്കും. നിന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞേ. പോയി നടന്നു പറ. മോഹനേട്ടൻ പോയാ മതി. ആണുങ്ങളും തമ്മിൽ സംസാരിക്കുന്നല്ലേ അതിന്റെ ഒരു ഭംഗി. അപ്പൊ പേടിയുണ്ട്? അത് പിന്നില്ലാതിരിക്കോ? ആ വർഗീസ് ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞ അടിച്ച് പലിയതായത് ഒരു ഗാന്ധിയാണ് ഞാൻ നോക്കൂല. ഈശ്വര, ശങ്കരൻകുട്ടി ബഷീറിന്റെ കേസ് വാദിക്കുന്നത് ഭാമയാണെന്ന് ഈ ശങ്കരൻകുട്ടി അറിഞ്ഞോ? നമസ്കാരം സർ. നമസ്കാരം. ഈ ശങ്കരൻകുട്ടി എന്താ ഈ നേരത്ത്? ഈ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന കാര്യമൊക്കെ എന്തായി? ഞാനിന്ന് ബാങ്കിൽ പോയിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ ലോൺ ശരിയാക്കാമെന്നാ അരവിന്ദ സാർ പറഞ്ഞത്. നന്നായി. ഈ പണം കിട്ടുമ്പോ തന്നെ വലിയ പലിശക്ക് വാങ്ങിയ പണമൊക്കെ അങ്ങ് കൊടുത്ത് തീർത്തേക്കണം. ഇല്ലെങ്കിൽ പിന്നെ വല്ല കേസൊക്കെ ഉണ്ടായാലോ. ശങ്കരൻകുട്ടി ടൗണിലെ ബഷീറിന്റെ കയ്യിൽ നിന്ന് പൈസ വല്ലതും വാങ്ങിയിട്ടുണ്ടായിരുന്നു? ഉവ്, 2.5 ലക്ഷം രൂപ. പലിശ കുറെ കൊടുത്തു സാറേ, ഇടയ്ക്ക് അങ്ങ് മുടങ്ങിപ്പോയി. ഇന്ന് ബഷീർ വില്ലേജ് വന്നിരുന്നു ശങ്കരൻകുട്ടിയുടെ ഭൂമിയുടെ സർവേ നമ്പർ തിരക്കാനായിട്ട്. കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് അറ്റാച്ച്മെന്റ് വാങ്ങാനാ പരിപാടി. അറ്റാച്ച്മെന്റ് വാങ്ങിയ പിന്നെ ശങ്കരൻകുട്ടിക്ക് കരമടയ്ക്കാൻ പോലും പറ്റില്ല. ഓ, എത്രയും പെട്ടെന്ന് ഒരു നല്ല വക്കീലിനെ കണ്ടോളണം. വക്കീലിനെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ വക്കീലിനെ കണ്ടിട്ട് കാര്യമില്ല. വേറെ ഏതെങ്കിലും വക്കീലിനെ കാണുന്നതാ നല്ലത്. സത്യഭാമ വക്കീലാണല്ലോ എന്റെ കേസ് വാദിക്കുന്നത്. സാറേ, ബഷീർ എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചപ്പോ തന്നെ ഞാൻ വക്കീലിനെ കണ്ടു. വക്കീൽ എന്റെ കേസ് ഏറ്റെടുക്കുകയും ചെയ്തു. ഒരു ഭാമയോ? ആ, ഇന്നലെ വക്കീൽ ബഷീറിനെതിരെ അങ്ങോട്ടൊരു കേസ് കൊടുത്തു. അന്യായ പലിശയ്ക്ക് പണം കടം കൊടുത്ത് പീഡിപ്പിക്കുന്നു എന്നും പറഞ്ഞു. ഇന്ന് രാവിലെ പോലീസുകാർ ബഷീറിനെ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോ ബഷീറിന് അപകടം പിടികിട്ടി. ഉടനെ വക്കീലിനെ വിളിച്ചു. വക്കീൽ പറഞ്ഞു 11 മണിക്ക് വക്കീൽ ഓഫീസിലേക്ക് വരാൻ. എന്തായാലും വക്കീലിന്റെ വെരിട്ടേറ്റു സാറേ. വക്കീൽ ഓഫീസിൽ വെച്ച് ബഷീർ ഒത്തുതീർപ്പിന് സമ്മതിച്ചു. പലിശ വേണ്ട, മുതല് മാത്രം കൊടുത്താൽ മതിയെന്ന്. സത്യഭാമ വക്കീൽ കേസ് ഏറ്റെടുത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴി എന്റെ മുമ്പിൽ ഇല്ലായിരുന്നു സാറേ. ആ, ശങ്കരൻകുട്ടിയായിരുന്നോ? ഞാൻ പറഞ്ഞ പേപ്പർ കൊണ്ടുവന്നില്ലേ? കേസിന്റെ കാര്യമൊക്കെ ഞാൻ സാറിനോട് പറയായിരുന്നു. വക്കീല് കാരണം ഞാൻ രക്ഷപ്പെട്ടു എന്ന്. അപ്പോ ഞാൻ പറഞ്ഞ സാറേ, ശരി. നീ കള്ളം പറഞ്ഞാണല്ലേ? എന്താ മോനേട്ടാ? നീ ബഷീറിന്റെ കേസാണ് വാദിക്കുന്നത് പറഞ്ഞു? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ബഷീറിനോട് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചപ്പോ മോനേട്ടനോട് ചോദിച്ചു എന്താ കേസ് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ചെക്ക് കേസാ എന്ന്. അപ്പൊ മോനേട്ടൻ ചോദിച്ചു
ഈ ബഷീർ വാദിയാണോ പ്രതിയാണോ എന്ന്. ഞാൻ പറഞ്ഞു വാദിന്ന്. അത് സത്യമല്ലേ? ബഷീറാണോ വാദി? ഞാൻ പ്രതിയുടെ വക്കീലാണെന്ന് മാത്രം. മോഹനേട്ടൻ ഭയങ്കര എടുത്തുചാട്ടക്കാരനാണ് എന്നുള്ള ഒരൊറ്റ ദോഷം മാത്രമേ മോഹനേട്ടനുള്ളൂ എന്ന് സദാനന്ദൻ സാറ് പറഞ്ഞ കാര്യം കേട്ടപ്പോ മോഹനേട്ടൻ അത് സമ്മതിച്ചു തന്നില്ല. ഇനി അത് സമ്മതിച്ചൂടെ? മോഹനേട്ടൻ ഭയങ്കര എടുത്തുചാട്ടക്കാരനാണെന്ന്. ഒരു ഫോൺ വന്നതിന്റെ മുൻപിൻ നോക്കാതെ മോഹനേട്ടൻ എടുത്തിയാടി. ഞാൻ ബഷീറിന്റെ വക്കീലാണെന്ന് കരുതി. പിന്നെ വഴി വെച്ച് വർഗീസ് മോഹനേട്ടനെ ചീത്ത വിളിച്ചില്ലേ? ഞാൻ കേസ് തോറ്റു എന്ന് പറഞ്ഞ്. അത് ഞാൻ പറഞ്ഞു വിട്ട ആളാ. ഞാൻ കേസ് തോറ്റതിന്റെ പേരിൽ ഒരുപാട് പേര് മോഹനേട്ടനെ ചീത്ത വിളിക്കാറുണ്ട് എന്ന് മോഹനേട്ടൻ വില്ലേജ് ആഫീസിൽ വെച്ച് ബഷീറിന്റെ അടുത്ത് പറഞ്ഞില്ലേ? സ്വന്തം ഭാര്യയെ പറ്റി ആരെങ്കിലും നുണ പറയോ ബഷീറെ? അവൾ വലിയ വക്കീലാണെന്ന് കരുതി കേസ് ഏൽപ്പിച്ച എത്രയോ പേര് എനിക്കറിയാം. കേസ് കഴിയുമ്പോ അവർ നേരെ വീട്ടിലേക്ക് വന്ന് തെറി വിളിക്കുന്നത് എന്നെയാ. അതെ സാറേ, തന്റെ ഭാര്യക്ക് കേസ് ഒതുക്കി അറിയാമോ? ആണല്ലേ അവിടെ കയറൂരി വിട്ടേക്കുന്നത്? മേലില് കോടതി ഉറപ്പിക്കണ്ട, അവരെ കാലിലൊടിക്കും. ആളുകൾ എന്തൊക്കെയാണ് എന്നോട് പറയുന്നത്? ബഷീറിനോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാനിതൊക്കെ പറയുന്നു. ഇനിയൊക്കെ ബഷീറിന്റെ ഇഷ്ടം പോലെ പറഞ്ഞു. അതിന്റെ പ്രതികാരമായി ഞാനാണ് വർഗീസിനെ പറഞ്ഞു വിട്ടത്. അല്ലാതെ ഞാൻ വർഗീസിന്റെ കേസൊന്നും വാദിച്ചിട്ടില്ല. നീ ഞാൻ വിചാരിച്ച പോലെ നല്ലല്ലോ, ഭയങ്കര ബുദ്ധിയാണല്ലോ. മോഹനേട്ടനോട് അല്ലേ ജീവിതം, ബുദ്ധി ഉണ്ടായി പോവല്ലോ അല്ലേ? തനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ സഹായിക്കണമെന്ന നല്ല ഉദ്ദേശമേ വില്ലേജ് ഓഫീസർക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നത് സത്യമാണ്. പക്ഷേ സത്യഭാമ വാദിയുടെ വക്കീലാണോ പ്രതിയുടെ വക്കീലാണോ എന്ന് അന്വേഷിക്കാനുള്ള ക്ഷമയില്ലാതെ പോയതാണ് ദുരന്തമായത്. എന്തായാലും മോഹനകൃഷ്ണൻ ഉദ്ദേശിച്ചത് നടന്നതിൽ സന്തോഷിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.